വെയിലാണ്, നമുക്ക് വേഗം കീറിയെടുത്തോണ്ട് പോരാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇന്നിപ്പോ ഒരാഗ്രഹം മകൾക്ക് ഒരു ഇത് ട്യൂഷനിലേയും കണ്ടല്ല കെട്ടാറ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടില്ലാറ്. നീ കഴിക്കൂലെന്ന് അമ്മയായ എനിക്കറിയാലോ. എന്റെ അഭിപ്രായം പറഞ്ഞാ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് കണ്ടിട്ട് ആർക്കൊക്കെയാണ് പൊതിച്ചോറ് കെട്ടി ചോറുണ്ടാൻ തോന്നിയെന്ന് പറയണം കേട്ടോ. രാവിലെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയുടെ ഉള്ളിലെ കാഴ്ചയാണ് ഇതൊക്കെ. ചാള വറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വളരെ നൊസ്റ്റാൾജിയ തരുന്ന ഒരു വിഭവമാണ്. ചെറുപ്പത്തിലെയൊക്കെ അമ്മ സ്ഥിരം ചോറിൻ്റെ കൂടെ തന്നുകൊണ്ടിരുന്ന മീൻ വറുത്തതാണ് ചാള. വലിയ ഇഷ്ടത്തോടു കൂടി അന്ന് അത് കഴിക്കുമായിരുന്നു. ഇപ്പോഴും വലിയ ഇഷ്ടം തന്നെയാണ് കേട്ടോ. വെയിലാണ്, നമുക്ക് വേഗം കീറിയെടുത്തോണ്ട് പോരാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് നമ്മളൊരു സിമ്പിൾ പൊതിച്ചോറ് കെട്ടാനുള്ള വാഴയില കീറിയെടുക്കുക കേട്ടോ. സിമ്പിൾ പൊതിച്ചോറ് ഇവിടെ നിന്ന് കീറിയാലോ. വെയിലത്തേക്ക് പോകണ്ടല്ലോ എന്ന് ഓർത്താ. വേണ്ട, ആ കൊലച്ച വാഴയുടെ അങ്ങ് കീറാട്ടോ. പൊതിച്ചോറ് പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒരാഗ്രഹം മകൾക്ക് ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന്. അപ്പൊ ഇന്ന് ഉച്ചക്ക് എനിക്ക് ചോറ് തരാനുള്ള പരിപാടിയാ. ചോറുണ്ടേ പറ്റുള്ളൂ. ചോറുണ്ടാന്ന് വിചാരിച്ചു. ചോറുണ്ടേ പറ്റുള്ളൂ. ഓട്സ് കഴിക്കാന്ന് ഓർത്തിരിക്കുക. വേണ്ട, ഇന്ന് ഊണ് കഴിക്കണം. നോക്കട്ടെ കേട്ടോ. ഉപ്പന്റെ ശബ്ദം കേൾക്കാലോ. അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ എപ്പോഴും ഉണ്ടല്ല ഇവിടെ. സ്ഥിരം മുറ്റത്തും പരിസരത്തും എല്ലാം ഉണ്ട് ഉപ്പൻ. ഷൂ ഉണങ്ങാൻ വെച്ചേക്കണം. ഷൂ നനഞ്ഞാരണം ഭയങ്കര സ്മെല്ല്. ഷൂവിന്റെ സ്മെല്ല് മാറാൻ എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അത് നല്ല ഇലയാ. വെട്ടട്ടെ? ഒറ്റ ഇല മതിയല്ലോ. മതി, കഴുകി വൃത്തിയാക്കി വെക്കാം. ഞാൻ ഇങ്ങനെ പരിസരത്തേക്ക് നിൽക്കണത് വെട്ടിയെടുക്കാറില്ല. ഇന്നിപ്പോൾ വെട്ടിയെടുത്തത് എന്നാന്ന് വെച്ചാൽ വെയിലത്തേക്ക് പോകാൻ പറ്റൂല, അവിടെ എല്ലാം വെയിലായി. ദേ ഒന്ന് വരാവോ? അതെ, ഈസ്റ്റർ ലില്ലി മഴ പെയ്ത് അലുത്ത് പോവും. ഞാൻ വരാം. അടുത്ത കൊല്ലം ഈസ്റ്റർ ലില്ലി എന്താ ഈസ്റ്ററിന്റെ സമയത്ത് പൂക്കാതെ ഇപ്പൊ പൂക്കണം? മെയ് മാസ റാണിയായിട്ട് പൂത്തതായിരിക്കും ഇപ്പം. മെയ് മാസത്തിലാണല്ലോ പൂക്കേണ്ടത്. അതെ. ഞാൻ നോക്കിയപ്പോ ഇല്ലേ, അതെ കടിച്ചതാ. കടിച്ചതല്ല, കുഞ്ഞനാ. ഒരു പൂള് പോലും കിട്ടാനില്ല. നല്ല മണ അൽഫോൻ. അതേ നമ്മുടെ സുന്ദരി വിരിഞ്ഞു നിൽക്കണം. അതിമനോഹരം. മെയ് മാസത്തിന്റെ തുടക്കം തന്നെ വിരിഞ്ഞല്ലോ. വിരിഞ്ഞു. മെയ് 2 ആയോളൂ. അതെ, മെയ് 2 സാറ്റർഡേ. അതെ, ഇപ്പൊ തന്നെ വിരിഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലേ. വാഴയില വാട്ടുവാണേ. ഞാൻ സാധാരണ പൊതിച്ചോറ് കെട്ടുമ്പോ ഇല്ലേ ഇങ്ങനെയല്ല ചെയ്യണേ. ഇല കീറി എടുത്തേച്ച അടിയിൽ മെള്ളൻ. വീട്ടിലെ അമ്മ അങ്ങനെയാ ചെയ്യണത്. ഇത് ട്യൂഷനിലയും കണ്ടല്ല കെട്ടാറ്. ട്യൂഷനിലയുടെ ഇങ്ങനെ അത് ഒരു പ്രാവശ്യം കെട്ടിയപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. 2 വശം ഇലയങ്ങ് കീറിയെടുക്കും, എന്നിട്ട് അടിയിലും വെള്ളം ഇങ്ങനെ വെച്ചേച്ച് കിട്ടും. അത് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു പൊതിച്ചോറിൽ. എനിക്ക് തൂശനിലയും കണ്ട് കെട്ടണേ അത്ര നിശ്ചയില്ല. മതിയില വാടി മതി. പൊട്ടരുത്, അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടില്ലാറ്. അതായത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. ദേ ഇങ്ങനെ തൂശനിലയില്ലേ, അതിങ്ങനെ കീറിയെടുക്കുക, ഇവിടത്തെ കീറിയെടുക്കുക, എന്നിട്ട് ഒരു എണ്ണം നീളത്തിൽ ഇങ്ങനെ വെച്ചേച്ച് അടിയിലേക്ക് ഇത് കയറ്റി വെക്കും. അപ്പൊ 2 ലെയറായിട്ട് വാഴയില ഇരിക്കുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. തൂശനിലയാകുമ്പോ ചിലപ്പോ മടക്കുമ്പോ ഈ ഭാഗം ഒടിയും. അങ്ങനെ സാധ്യതയുണ്ട് ഒടിയാൻ. കീറിയെടുത്ത് കാണിക്കണോ? വേണ്ട. അല്ല, ഇത് ഏതായാലും ഒടിയാൻ സാധ്യതയുണ്ട്. ഇവിടെ തണ്ട അല്ല, കുഴപ്പമില്ല, വളഞ്ഞു കിട്ടിക്കോളൂ, കുഴപ്പമില്ല, വേണ്ട. അപ്പൊ നമുക്ക് ചോറെടുത്തോണ്ട് വരാം ആദ്യം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. അത് കെട്ടിക്കഴിഞ്ഞിട്ട് പേപ്പർ എടുക്കാം അല്ലേ. ഇപ്പൊ ചോറെടുത്തോണ്ട് വരട്ടെ എന്നാ. ഇല വലുതല്ലേ, ഞാൻ എടുക്കാം. കുറച്ച് ചോറ് എന്നിട്ട് അമ്മ എടുത്തോളൂ. എടുക്കാം കഴിക്കണ സമയത്ത്. എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇച്ചിരി അപ്പയ്ക്ക് ഇട്ട് കൊടുത്താലോ? ആർക്കെങ്കിലും കൊടുക്കാം. ചൂട് ചോറ് ഇട്ട് ആ ഇല അങ്ങ് വാടണം. അതെ, അല്ല ഇല ഓൾറെഡി വാടിയിട്ടുണ്ടല്ലോ. ഒന്നൂടെ വാടും. ഞാൻ കൂടുതലാണെങ്കിൽ ഞാൻ ചോറ് എടുത്തോളാം. കൂടുതലാണ് അപ്പയ്ക്ക് ഇച്ചിരി കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ എടുക്കാം. ഇനി മാറ്റട്ടെ എന്നാ. പൊത്തി വെച്ചേക്കുമ്പോ ചോറിന്റെ അളവ് അറിയില്ല. അല്ല, സാധാരണ ആൾക്കാരുണ്ടണ ചോറേ ഉള്ളത്. പക്ഷെ ഞാൻ ഇത്രയും കഴിക്കൂല. നീ കഴിക്കൂലെന്ന് അമ്മയായ എനിക്കറിയാലോ. കാരണം അതിന് മുന്നേ പല ഫ്രൂട്ട്സും ഇപ്പൊ കഴിച്ചു. അല്ലെങ്കിലും നീ കഴിക്കൂലല്ലോ ചോറ്. പിന്നെ രാവിലെ കഴിച്ചത് വളരെ വൈകിയാണ്. പിന്നെ അതിനുശേഷം കോൾഡ് കോഫി കുടിച്ചു.
അത് കഴിഞ്ഞ് ചൂടുകാലത്ത് സത്യം പറഞ്ഞ ചോറ് ഉണ്ണോന്ന് തന്നെയില്ല അല്ലേ? അത് കഴിഞ്ഞ് മാമ്പഴം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്ര പെട്ടെന്ന് ചോറ് എന്തായാലും കഴിക്കാൻ പറ്റൂലല്ലോ. 1:30 ചോറ്, ഇപ്പൊ 12:30 ഇടട്ടെ സംഗതികള്. ഇട്ടോ. ആദ്യം ചമ്മന്തി. ഇച്ചിരി പുളിയുണ്ട് അപ്പയ്ക്ക്, അതുകൊണ്ട് ചമ്മന്തി പൊതിക്കൂല. അല്ല, അപ്പയ്ക്ക് മാമ്പഴക്കറി ഉണ്ട്. മാമ്പഴക്കറി അപ്പയ്ക്കുണ്ട്, ചാള വേവിച്ചതും ഉണ്ട്, ചാള വറുത്തതും ഉണ്ട്, പിന്നെ ഉലർത്തും ഉണ്ട്. ചാള വെക്കട്ടെ? അവനാണ് കേമൻ. ഉണ്ടോ? അവൻ അതിന് അങ്ങനെ ചോദിച്ചേ? അവനാണ് ആരാധീന്ന് കിള്ളിയേക്കണേന്ന് ആർക്കറിയാം. ഞാനത് എന്നാ ഉപ്പൊടിഞ്ഞതാട്ടോ. ഞാനത് എടുത്തു പോലുമില്ല. പൂച്ചകൾ പലരും ഇവിടെ ഉണ്ടേ. ഇനി ഉലർത്തുകറി അല്ലേ? ഉലർത്തുകറി എവിടെയാ വെക്കണ്ടേ? ഇവിടെ വെക്കാം. ഇവിടെ വെക്കട്ടെ? നടുക്കൊന്നും വെക്കണ്ടല്ലോ, പിക്കിള് വേണ്ടല്ലോ. വേണ്ട. ഈ ചമ്മന്തി ഉള്ളപ്പോ പിന്നെ പിക്കിള് വെച്ച ഒരു സുഖമില്ല. പടവലങ്ങി നല്ലത് ഇളവനായതുകൊണ്ട് ഞാൻ ചക്കക്കുരു ഇട്ടങ്ങ് ചെയ്തതാട്ടോ. ഇച്ചിരി ചെമ്മീൻ പിക്കിള് വെച്ചോ? വെക്കാം, എടുത്തോണ്ട് വരാം. അത് ഇരിപ്പുണ്ടല്ലോ, അത് ഇതിന്റെ കൂടെ അങ്ങ് ബ്ലെൻഡ് ആവും, ടേസ്റ്റ് ആയി മാറും. അപ്പൊ ചമ്മന്തി അതിലേക്ക് ചേരും, അപ്പൊ നല്ലതായിരിക്കും. ചമ്മന്തി എപ്പോഴും പൊതിച്ചോറിന് നല്ലതാട്ടോ. അതെ. ചമ്മന്തി ആണോ പിക്കിളാണോ കേമന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. എനിക്ക് ചമ്മന്തി ആട്ടോ എൻ്റെ കാഴ്ചപ്പാട്. പിന്നെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും താല്പര്യം. ചെറുപടി ഇട്ടോ? മതിയോ? ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. ഇപ്പൊ തന്നെ നാവില് വെള്ളം വന്നു തുടങ്ങി. എടുക്കട്ടെ? ഉപ്പുനീര് തളിച്ച ചോറാ. അല്ല, ഉപ്പുനീര് തളിച്ച ചോറാന്നാ പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് നീരാ തളിച്ചേക്കണേ. ഇപ്പൊ അങ്ങ് ചേർന്നോളും. ഇത് എടുക്കുവാണേ. ചേർന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല. പൊത്തി വെക്കുമ്പോഴാണ് പൊടിക്കെട്ടാൻ എളുപ്പം. അതെ, ഇല ഒരുപാട് വലുത്, ചോറ് ഇച്ചിരിയേ ഉള്ളൂ. ചോറ് ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ എന്നാന്നറിയാം, ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അടുത്തുനിന്ന് വെയിൽ കൊള്ളാൻ പോകാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് മഴയില ഇവിടെ നിന്ന് എടുത്തത്. ഇതാണ് ഞാൻ പറഞ്ഞ തണ്ട്. സാരമില്ല, നമ്മള് പാക്ക് ചെയ്ത് കൊണ്ടുപോണില്ലല്ലോ. ന്യൂസ് പേപ്പറിങ് എടുക്കുക. ഞാൻ സാധാരണ പണ്ടത്തെ കാലത്തെ പൊതിച്ചോറ് കെട്ടുമ്പോൾ ന്യൂസ് പേപ്പറിൽ തന്നെ കെട്ടിയാണ് ഞങ്ങൾക്കൊക്കെ തന്നു വിടാറ്. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് ചെയ്യണത്. ഇപ്പം എല്ലാവരും ഓയിൽ പേപ്പറാണ് വെക്കണത്. ഇവിടെ ഓയിൽ പേപ്പർ ഇരിക്കണില്ല. പിന്നെ ഈ പൊതി കെട്ടി ചോറ് എങ്ങോട്ടും കൊണ്ടുപോകണില്ല. ഇപ്പം 12:15 ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുമോ 1:30 ആകുമ്പോൾ. അപ്പം വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഈ തണ്ട് എത്രയായാലും തണ്ട് സ്വല്പം ഒന്ന് ഒടിയം പോലെ വരും. അപ്പം ചുമ്മാ വാഴയിലയിൽ മാത്രം പൊതിഞ്ഞ് കെട്ടി വെച്ചാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഓയിൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുവാണ്. ന്യൂസ് പേപ്പറിൽ ഡയറക്റ്റ് ഇതിന് കോണ്ടാക്റ്റും ഇല്ല. അല്ല, അപ്പം നമുക്ക് കെട്ടാം. ഫാനിൻ്റെ ഇത് കൊണ്ടാ ദേ കണ്ടോട്ടോ. ഞാൻ ഓരോ പ്രാവശ്യം പൊതിച്ചോറ് കെട്ടുമ്പോൾ പറയാറുണ്ട് ഞാൻ പൊതിച്ചോറ് കെട്ടാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല എന്ന്. ഫാനിൻ്റെ കാറ്റുകൊണ്ട്, ഫാൻ ഇടാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫാനിൻ്റെ കാറ്റുകൊണ്ട് പേപ്പർ പറക്കണതാട്ടോ. അല്ലാതെ നിൽക്കാൻ പറ്റില്ല, ചൂട്. മണി 12:15 കറക്റ്റ്. അപ്പം ഇപ്പം കെട്ടിവെച്ചാൽ ഒരു കുറച്ച് നേരം അത് ഇരുന്നൊന്ന് സെറ്റ് ആവണ്ടേ, അല്ലാണ്ട് ഓടിപ്പൊതി കഴിച്ചാൽ അതിന് തന്നെ ഒരു ടേസ്റ്റ് കിട്ടണം അല്ലേ? എടുക്കട്ടെ? പൊതിച്ചോറിന് ശരിക്കില്ലേ ഒരു ചമ്മന്തി, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, ഒരു ചമ്മന്തിയും ഒരു ഉലർത്തുകറിയും ഉണ്ടെങ്കിൽ വിശക്കുന്നവന് ധാരാളം. ഒരു ചമ്മന്തി എന്തായാലും വേണം. ചമ്മന്തി അല്ലെങ്കിൽ പിക്കിള് ഒരു പുളിക്ക് വേണ്ടി. പിന്നെ ചാറുകറി ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ചോറിലേക്ക് അത് ചേരുമ്പോഴേ ചാറുകറി അങ്ങ് ചേർന്നിരിക്കുമ്പോൾ ഒരു ആവിച്ച ടേസ്റ്റ് പോലെയൊക്കെ വരും. അപ്പം ഇവിടെ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇവിടെ അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചാറ് കറി ഇതിൽ ഒഴിക്കാത്തത്. അതിന് പകരമാണ് ചമ്മന്തി വെച്ചേക്കണേ. ഞാൻ പറഞ്ഞില്ലേ, ചമ്മന്തിയോ പിക്കിളോ ഏതെങ്കിലും ഒരു കൂട്ടവും ഒരു ഉലർത്ത് കറി അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നവനത് അമൃത. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കാണാം കേട്ടോ. അപ്പം ഇതിപ്പോൾ ഒരു ഉലർത്ത് കറിയും ഒരു ചമ്മന്തിയും 2 മച്ചാള വറുത്തതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു ടോയിനിട്ടാ പണ്ടൊക്കെ കെട്ടണത്. നമുക്കൊരു റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ടേക്കാം. ഇപ്പം അവിടെ സെറ്റായിട്ട് ഊണുമേശയിൽ വെച്ചേക്കാം. പൊതി അഴിച്ച് ഊണ് കഴിക്കുമ്പോൾ ഇവള് കാണിക്കും. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ പൊതിച്ചോറ്. ദേ അപ്പം ഞങ്ങള് പൊതിച്ചോറ് കെട്ടി വെച്ചു. ദേ ചോറ് കുറവാ, കറിയും കുറവാ. അപ്പം ഇനി പൊതി അഴിക്കുമ്പോൾ കാണാം.
അപ്പോൾ ഉച്ച സമയമായി, ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊതിച്ചോറ് വേഗം തന്നെ തുറക്കാം, ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ഇത് കെട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കിങ്ങനെ തുറക്കാം. ഫസ്റ്റ് ഇംപ്രഷനാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് കാണണ്ടേ? ദേ ഇങ്ങനെ അങ്ങ് തുറക്കാം. കറികളൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ദേ ഇത് ഇത്തിരി നീക്കി വെക്കാം കേട്ടോ നമുക്ക്, അല്ലെങ്കിൽ അടിപൊളി അടിപൊളി അടിപൊളി, നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ദേ കണ്ടോ, നല്ല സൂപ്പറായിട്ട് കുഴഞ്ഞാ കിടക്കണം. അതേ കുറച്ച് ചോറ് അമ്മ എടുത്തോട്ടോ. അമ്മ ചോറെടുക്കാൻ കുറച്ച് വരണുണ്ട്. ഇത്രയും ചോറ് ഞാൻ ഉണ്ണൂലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അമ്മ ഇച്ചിരി ചോറെടുത്തോ. ഇട്ടോ, ഇതിൽ നിന്ന് എടുത്തോ. ഞാൻ കുഴയാത്ത എടുത്തോളാം. അത് അച്ചാറാ. ഇത് മതി. അത് മതിയോ? അത് എനിക്ക് ഉണ്ണാം. ഉണ്ണാൻ മേലെ അത് ഉണ്ണാം. ഇത് ഒരു കാര്യം ചെയ്തു തരാം. അമ്മയുടെ കൈ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാം. ആദ്യം ഇച്ചിരി ചമ്മന്തി ചേർക്കാം. പിന്നെ ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറി എന്ന് പറഞ്ഞാലല്ലോ. പിന്നെ ഒരു ഇച്ചിരി മെഴുക്ക് വരട്ടി ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്യാം. പിന്നെ ഒരു ഇച്ചിരി ചെമ്മീൻ പിക്കിൾ ഇവിടെ ഉണ്ട്, അതും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കാനുള്ള ഒരു പ്ലാനാണ് എനിക്കുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് മീമി കുറച്ചിരിപ്പുണ്ട്, മീമിയും കുറച്ചെടുക്കാം. അതും ഇതിലേക്ക് ചേർത്ത് ഇനി നമുക്ക് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു പിടി അങ്ങ് പിടിക്കണം. എൻ്റെ സാറേ, ഇനിയാണ് നമ്മൾ അങ്ങ് കഴിക്കാൻ പോണത്. ഒരു രക്ഷയില്ല, അത്ര രുചിയാണ്. ഇത് ചെമ്മീൻ പിക്കിൾ വന്നതാണ് കേട്ടോ കേമനായത്. ഇതിപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂറെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും രാവിലെ കെട്ടിയാണ് എല്ലാവർക്കും ലഞ്ചിന് കൊടുത്തു വിടുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് കറികളെല്ലാം കൂടി ഇതുമായിട്ട് അങ്ങ് മിക്സ് ആവും, ഒന്നുകൂടി ടേസ്റ്റാണ്. ഇത്ര നേരം ഇരുന്നിട്ട് തന്നെ എന്തൊരു രുചിയാണ്. ഈ ചാള വറുത്തതൊക്കെ ഉണ്ടായിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര ടേസ്റ്റും. ചെമ്മീൻ പിക്കിളിൻ്റെ ഒരു ഇച്ചിരി ചാറുണ്ടായാലും മതി, അടിപൊളിയാണ്. ഇത് കണ്ടിട്ട് ആർക്കൊക്കെയാണ് പൊതിച്ചോറ് കെട്ടി ചോറുണ്ടാൻ തോന്നിയെന്ന് പറയണം കേട്ടോ. പൊതിച്ചോറിന് ഒരുപാട് കറികളുടെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് കറികളുണ്ടെങ്കിലും നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ച് ഒരുപാട് കറികളൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറ് ഭയങ്കര ഹെവി ആവുകയും ചെയ്യും. ഏറ്റവും കുറച്ച് കറികളുള്ള പൊതിച്ചോറാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ ഒന്ന് പൊതി കെട്ടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് കേട്ടോ, ഭയങ്കര രുചി. ഇന്നത്തെ എൻ്റെ ദിവസം ധന്യമായി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ദിവസമാണെന്ന്. സൂപ്പർ.